കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് BJP. ഏറ്റവും പ്രമുഖരായ ആളുകളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള, ജനങ്ങളുമായി അടുപ്പമുള്ള, പ്രതിച്ഛായയുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ചാണ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം BJP ആരംഭിച്ചിരിക്കുന്നത്. അതിനുമപ്പുറം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി BJPയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നൽകുന്നില്ല. BJP സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി കേരളത്തിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP നേതൃത്വത്തിന്റെ ചില നിരീക്ഷണങ്ങളുണ്ട്. കേരളത്തിൽ 3-4 സീറ്റുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് BJP കരുതുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ സീറ്റ് BJP ഉറപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് 2 തവണ, ഒരു മാസത്തിൽ 2 തവണ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് എത്തി തൃശ്ശൂരിന്റെ മണ്ണിൽ നിലയുറപ്പിച്ചത്. തൃശ്ശൂരിൽ ആദ്യ തവണ റോഡ് ഷോയ്ക്ക് എത്തിയപ്പോൾ വലിയ ഉത്സാഹത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ ജനങ്ങൾ സ്വീകരിച്ചത്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം വന്ന ആ പരിപാടി അത്ഭുതകരമായ വിജയമായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി കേരളത്തിൽ വീണ്ടും എത്തിയത്. എറണാകുളത്ത് റോഡ് ഷോ നടത്തി. എറണാകുളത്തും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അതിനുശേഷമാണ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയത്. ആ വിവാഹ ചടങ്ങ് പോലും അക്ഷരാർത്ഥത്തിൽ വരാനിരിക്കുന്ന വലിയ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ കൂടിയായിരുന്നു. ആ വേദിയിലും പ്രസന്നവദനായി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുവായൂർ ക്ഷേത്രത്തിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കുക എന്നതിനപ്പുറം കേരളത്തിലേക്ക് തന്റെ സാന്നിധ്യം നിരന്തരമായി ഉണ്ടാക്കുക എന്നുള്ള വലിയ തന്ത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ പദ്ധതികളുണ്ട്, വലിയ തന്ത്രങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുമോ ഇല്ല എന്ന് ഉറപ്പിച്ച് ആരും തന്നെ പറയുന്നില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പറയുന്നില്ല. BJPയുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. ആ ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ മാത്രമേ ആരെവിടെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാനാകൂ. ആര് എവിടെ മത്സരിക്കില്ല എന്ന് ഒരിക്കലും പറയാനാകില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ നേതൃത്വം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. BJPയുടെ നേതൃത്വത്തിന്റെയോ അമിത്ഷായുടെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ നീക്കങ്ങൾ, തന്ത്രങ്ങളും തന്നെ മുൻകൂട്ടി കാണാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള വലിയ വിജയങ്ങളാണ് BJP രാജ്യ തിരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP കരുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാനോ പ്രവചിക്കാനോ കഴിയാത്ത സാഹചര്യമാണുള്ളത്. എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിലേക്ക് പല മണ്ഡലങ്ങളിലും പ്രമുഖരെ ഇക്കുറി BJP പരീക്ഷിക്കും. നമ്മൾ ഇതുവരെ BJP പക്ഷത്ത് പോകുമെന്ന് ചിന്തിക്കാത്ത പല ആളുകളും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുന്നു തന്നെയാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം. അതിൽ ചിലപ്പോൾ മുതിർന്ന IAS ഓഫീസർമാരുണ്ടാകാം, അതിൽ മുതിർന്ന ചില IAS ഓഫീസർമാരുണ്ടാകാം, മറ്റ് മേഖലകളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. അങ്ങനെ ജനങ്ങളിൽ സ്വാധീനശേഷിയുള്ള, ജനങ്ങൾക്ക് മതിപ്പുള്ള, നല്ല പ്രതിച്ഛായുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് കേരളത്തിൽ സാധാരണക്കാരായ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനാണ് BJP കുറി ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളാണ് BJP ലക്ഷ്യമിടുന്നതിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ക്രൈസ്തവ വോട്ടർമാർക്ക്, ക്രൈസ്തവ സഭകൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരിക്കണം, അവർക്ക് എതിർപ്പില്ലാത്ത സ്ഥാനാർത്ഥിയായിരിക്കണം. 2 സ്ത്രീ വോട്ടുകളാണ് പ്രധാനമായും രണ്ടാമത് BJP ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്ത്രീ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിവുള്ള, ശേഷിയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം. സ്ത്രീ വോട്ടുകൾ പുറത്തു പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വിരോധമോ അല്ലെങ്കിൽ സ്ത്രീപക്ഷ ചിന്താഗതിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളോ ആകരുത് ഈ സ്ഥാനാർത്ഥി എന്നുള്ള വലിയ താല്പര്യം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരുമായി ചർച്ച ചെയ്യാനുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ശ്രമം ആരംഭിച്ചതായുള്ള വിവരങ്ങളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 തവണയുള്ള സന്ദർശനം ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം. RSSന്റെ
ചുമതലയുള്ള ആളുകൾ കൂടി ഈ വിഷയത്തിൽ അവരുടേതായ റോൾ ഭംഗിയായി നിർവഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ ബി.ജെ.പിയുമായി അടുത്തത് വലിയ മതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു. വലിയ പോരാട്ടം പല മണ്ഡലങ്ങളിലും കാഴ്ചവെക്കാൻ അതിലൂടെ കഴിഞ്ഞിരുന്നു. അതുപോലെ ടി.പി. സെൻകുമാർ, മുൻ DGP ആയിരുന്ന ടി.പി. സെൻകുമാർ, അങ്ങനെ ISRO ചെയർമാൻ മാധവൻ നായർ അടക്കമുള്ള ആളുകൾ ബി.ജെ.പിയിലേക്ക് വന്നത് വലിയൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി. ഇനിയും ആ മാറ്റം വലിയ ശക്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമായ ഘടകമെന്ന് ബി.ജെ.പി കരുതുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ UP അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രചരണങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിലെ 19 സീറ്റുകളിൽ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായതും UDFന് 19 സീറ്റിൽ വലിയ വിജയം നേടാനായതും. ഇക്കുറി അങ്ങനെ ഒരു സാഹചര്യമില്ല. കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് ഇനി എന്തായാലും കേന്ദ്രത്തിൽ മറ്റൊരു ഭരണമാറ്റം ഉണ്ടാകില്ല. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് 99% ജനങ്ങളും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഉറച്ച കോൺഗ്രസ് വിശ്വാസികളും ഉറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും ഒക്കെ തന്നെ ഈ തരത്തിലാണ് വിശ്വസിക്കുന്നത്. അത് ബി.ജെ.പിക്ക് അനുകൂലമാണ്. കാരണം ഇനി ഒരു ഭരണമാറ്റമില്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ, തിരിച്ചറിഞ്ഞാൽ അവരുടെ വോട്ട് കൃത്യമായ ഒരു ഉറപ്പിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ അവർ നൽകുമെന്ന കാര്യം ബി.ജെ.പി ഉറപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരന്തരമുള്ള സന്ദർശനം കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിച്ചു കൂടാതില്ല. കാരണം കേരളം എന്ന ഒരു സംസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വലിയ തന്ത്രങ്ങളാണ് ബി.ജെ.പി ഒരുക്കുന്നത്. കഴിഞ്ഞ തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാമെങ്കിൽ നരേന്ദ്രമോദിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാം, സുരക്ഷിതമായ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കാം. അങ്ങനെ കേരളത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ അലയൊലികൾ ബി.ജെ.പിക്ക് അനുകൂലമായി ആഞ്ഞടിക്കുമെന്ന കാര്യം സംശയമില്ല. അത് ബാക്കിയുള്ള 19 മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കും. അങ്ങനെ കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങും. അങ്ങനെ ഒരു റിസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കേരളത്തിൽ സുരക്ഷിതമായ മണ്ഡലങ്ങൾ ഉണ്ടോ എന്നതാണ് കേന്ദ്ര നേതൃത്വം സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ ഏതൊക്കെ മണ്ഡലത്തിലെ ഏതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയും. ഇപ്പോൾ മറ്റേതൊരു നേതാവ് മത്സരിക്കുന്നതിനേക്കാൾ വലിയ പ്രകമ്പനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദിയുടെ സാന്നിധ്യം. അങ്ങനെ നരേന്ദ്രമോദി കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയാൽ അവിടുത്തെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം പൂർണ്ണമായി മാറും. നിഷ്പക്ഷ വോട്ടർമാരുടെ വലിയ സാന്നിധ്യം ഉണ്ടാകും, വലിയ ഒഴുക്കുണ്ടാകും. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നിഷ്പ്രഭരായി പോകും. അത് മാത്രവുമല്ല, ദേശീയ മാധ്യമങ്ങളുടെ അടക്കം അന്തർദേശീയ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ ആ മണ്ഡലത്തെ കേന്ദ്രീകരിക്കും. ഇത് ബി.ജെ.പിക്ക് അനുകൂലമായ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയാക്കും. അവിടെ ചർച്ചകൾ ഉണ്ടാകും, രാജ്യത്തിന്റെ വികസനത്തിന്റെ ചർച്ചകൾ ഉണ്ടാകും, രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെ എപ്പോഴും ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു തരംഗം ആ മണ്ഡലത്തിൽ നിലനിൽക്കും. ഇത് ബി.ജെ.പി വോട്ടർമാർക്ക് വലിയ അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി കടക്കുകയാണ്. ഇത്തവണ കേരളത്തിൽ ബി.ജെ.പി അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയാണ് ബി.ജെ.പിയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ആ നേട്ടം കൊയ്യാനുള്ള വലിയ നീക്കത്തിലുമാണ്.